ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് ഒരു സോഫ്റ്റ്വെയർ കുഹൂമിലെ അതിലെ ഒരു ഫീച്ചറായ നമ്മളൊരു പ്രസൻറ്റേഷൻ ഡ്രോയിങ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് കാണാൻ എൻ്റെ സ്ക്രീനിലൊരു ജസ്റ്റ് ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഈ ബെഡ്റൂം ഇതൊക്കെ വെച്ചാൽ ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ ടിപ്പിക്കലാണ്. ഇത് 1 2 3 4 ടിപ്പിക്കൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിൻ്റെ ഇതിൻ്റെ ഫർണിച്ചറൊക്കെ ഒരു ഗ്രൂപ്പാക്കി വെച്ചു. അപ്പോൾ ഇതിനൊക്കെ ഇത് റിപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഒരേ ടൈപ്പാണ്. ഇവിടെ ഒന്ന് ചെയ്തു, അതിൻ്റെ കോപ്പി ഇവിടെ, അതിൻ്റെ അതേ മിറർ തന്നെയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ വി അടിച്ചാൽ ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മിറർ ചെയ്യണമെങ്കിൽ മിറർ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് എങ്ങനെ വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ ഇപ്പം ഇത് കണ്ടില്ല പ്ലാൻ. ഈ പ്ലാനൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ AI ടൂള് ഓട്ടോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി ഇതിനെ നമുക്കൊരു ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ഡ്രോയിങ് പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിലിപ്പോൾ നമ്മൾ ഡ്രോയിങ്സിൽ പോയി കഴിഞ്ഞാൽ ഫ്ലോർ പ്ലാൻ, ഇത് നിങ്ങൾ നെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും. ഇത് നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ വയർ ഫ്രെയിം ഉണ്ട്, ഫുൾ കളറാണെന്ന് വിചാരിക്കാം. ഫുൾ കളർ ആകുമ്പോൾ അത് കണ്ട ഇതിൻ്റെ ഫർണിച്ചർ പ്ലാൻ, ഇതൊക്കെ ഫ്ലോർസ്, വാൾസ്, ഇതിനൊക്കെ ഇങ്ങനെ വന്നു. ഇതിൻ്റെ തന്നെ നമുക്ക് ടെക്സ്ചർ കൊടുക്കുകയാണെങ്കിൽ ടെക്സ്ചറിൻ്റെ ആ ഒരു ടൈപ്പ് കൊടുക്കാം. വയർ ഫ്രെയിം ആണെങ്കിൽ വയർ ഫ്രെയിം. ഇനി ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റണം എന്ന് വിചാരിക്കാം. കളർ ഓപ്ഷൻ മാറ്റണമെങ്കിൽ പല, ഇപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു കളർ തീമാണ് എടുത്ത് ഉണ്ടല്ലേ. ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, വാളിന് ഷാഡോ കൊടുക്കണം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, CAD ആയിട്ടോ PDF ആയിട്ടോ. ഓക്കെ, ഇതിന് ഇവിടെ കൊടുക്കാം, ഇവിടെ ഓപ്ഷൻ കൊടുക്കാം. ഇനി ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡ്രോയിങ് ആയിട്ട്, ഡീറ്റെയിൽ ഡ്രോയിങ് ആയിട്ട് വേണമെന്ന് വിചാരിക്കാം. അതിൽ തന്നെ കണ്ടോ ഒരു ഓപ്ഷൻ, കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കൂലേ. അപ്പോൾ ഇതാട്ടാ ഫർണിച്ചർ പ്ലാൻ ആയിട്ട് തന്നെ വന്നു ഉണ്ടല്ലേ. ഇതിൻ്റെ ഡയമെൻഷൻസ്, റൂം ടാഗ്, ഇതിനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിലും ചെയ്യട്ടെ. അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഡയമെൻഷൻ കൊടുക്കണം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഫർണിച്ചർ സൈസ് ആണെങ്കിൽ ഫർണിച്ചർ സൈസിൻ്റെ നമ്മൾ അതിൽ യൂസ് ചെയ്ത ഫർണിച്ചറിൻ്റെ സൈസ് കാര്യങ്ങൾ അത് വെച്ചിട്ടുള്ളൊരു പ്ലാൻ കിട്ടും. പിന്നെ ഇനി ഫിനിഷ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഫിനിഷ് വേണമെന്ന് വിചാരിക്കാം. വേണ്ട, ഈവൻ അതിൻ്റെ സെറ്റ് ഔട്ട് വരെ വെച്ചിട്ടുള്ള ഒരു പ്ലാന് നമുക്ക് ഇത് റെഡി ആയിട്ട് ഉണ്ടാക്കി തരും. വേണ്ട, ഈ സീലിങ്ങിൻ്റെ പ്ലാൻ ആണെങ്കിൽ വേണ്ട, ഇതിലിപ്പോൾ ഞാൻ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സീലിംഗ് ഡിഫൈൻ ചെയ്യാണ് കറക്റ്റെങ്കിൽ അതും ആ എല്ലാം ഇപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ സോഫിറ്റാണ് പോലെയുള്ള ലെവൽസ് വന്നിട്ടാണ് തന്നിട്ടുള്ളത്. സീലിംഗ് ഇതിൽ അധികം ഡിസൈൻ ചെയ്തിട്ടില്ല. ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ കറക്റ്റ് വരും. അല്ലെങ്കിൽ സീലിംഗ് നമ്മൾ അവിടെ പോയി വരച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ എലിവേഷൻ, ലൈറ്റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ പൊസിഷൻസ് കാര്യങ്ങൾ അതിൻ്റെ ഇതിലങ്ങനെ ലൈറ്റൊന്നും ഞങ്ങൾക്ക് കൊടുക്കാത്തതുകൊണ്ട് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് അതും ഇതിൽ ക്ലിയർ ചെയ്യാം. ഇനി എലിവേഷൻസ്, അപ്പോൾ ഓരോ റൂമിൻ്റെ എലിവേഷൻ വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു റൂമിന് റിലേറ്റഡ് ആയിട്ടുള്ള എലിവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇതണ്ട ABC എലിവേഷൻസ് ഇവിടെ ഇങ്ങനെ ലിവിങ് റൂമിൻ്റെ കണ്ട ഇത് വരും. ആ റൂമിൻ്റെ എലിവേഷന് ഓരോ ഇതൊക്കെ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് തന്നെ അതിൽ കിട്ടും.